തിരക്ക് കൂടിയതോടെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പോലീസ് വഴിയിൽ തടയുന്നുണ്ട്. കോട്ടയത്തും പൊൻകുന്നത്തും വൈക്കത്തും എരുമേലിയിലും മണിക്കൂറുകളോളം വഴിയിൽ തന്നെ തീർത്ഥാടകർ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും തീർത്ഥാടകർക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാൻ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിൽ വലിയ തിരക്കാണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയ ഇന്നലെ 1,00,000-ലധികം തീർത്ഥാടകരെത്തി. ഇന്നലെ മുതൽ ഇടത്താവളങ്ങളിലൊക്കെ ഭക്തരെ വലിയ തോതിൽ തടഞ്ഞു നിർത്തുകയാണ്. ഇപ്പോൾ പോലീസിന് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഏറെ പ്രതിസന്ധിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എരുമേലിക്കടുത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരുപാട് വാഹനങ്ങൾ ഇതര സംസ്ഥാന തീർത്ഥാടകർക്കൊപ്പം ഇതര സംസ്ഥാനത്തു നിന്നുള്ള തീർത്ഥാടകർ എത്തുന്ന ഒരുപാട് വാഹനങ്ങൾ, വലിയ വലിയ ബസ്സുകളൊക്കെ റോഡിൽ എരുമേലിക്ക് തൊട്ടടുത്ത് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. കൊരട്ടിക്കടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. എത്രയോ ബസ്സുകളും വാഹനങ്ങളും നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ നിന്നും വാഹനങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ഇപ്പോൾ ഇവർക്ക് തിരിച്ച് അങ്ങോട്ടേ കയറി പോകാൻ പറ്റത്തുള്ളൂ. പോലീസിൻ്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ്. ഭക്തർ ഇറങ്ങി വന്നതിന് ശേഷം മാത്രം. சாமி எங்கே இருந்து? திருவண்ணாமலை. கூட்டம் எப்படி இருக்கு? அம்மா கூட்டம், வண்டி 5 மணி நேரம் 7 மணி நேரம் டிராவல். 7 மணி நேரமாக வெயிட் பண்ணுறோம். இப்போ தான் வாட்டர் வரது எதுவும் கிடையாது. இப்போ கொடுத்தாங்க, எல்லாம் வாங்கிட்டு போகிறோம். எல்லாருக்கும் கிடச்சதா? இது யார் வந்தாங்க? போலீஸ் வந்தாங்களா? போலீஸ் வந்து தான் டிராஃபிக் க்ளீன் பண்ணாங்க. நம்ம சாமிங்களும் டிராஃபிக் க்ளீன் பண்ணி கொடுத்தாங்க. சாமி தண்ணி எல்லாம் கிடச்சாச்சா? தண்ணி கிடச்சி எங்கள் சாமி ஃபுல்லாக டிராஃபிக் ரொம்ப அதிகமாக போட்டு இருக்காங்க. தண்ணி கொடுத்து நிற்பாங்க, பனானா கொடுத்து நிற்பாரு. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഭക്തർക്ക് വെള്ളവും ഭക്ഷണവും നൽകുകയാണ് ഇവിടെ വഴി നീളെ. കാരണം ഒരുപാട് ഭക്തർ പൊൻകുന്നത്തു നിന്നും ഇവിടെ നിന്നും വൈക്കത്തുമൊക്കെ ഒരുപാട് ഭക്തർക്ക് പരാതി ഉണ്ടായിരുന്നു. കൊടുത്തു വരണം. എന്താണ്? വെള്ളവും ഏത്തപ്പഴവും പിന്നെ പട്ടിമറ്റം തൊട്ട് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയുള്ള പട്ടിമറ്റം തൊട്ട് ഇപ്പം കുറുവാമൊഴി ഈ പുത്തൻചന്ത വരെ വന്നു. കൊടുത്ത് തീർന്ന സാധനം. ഏത് സ്റ്റേഷനിലാണ് സാർ? ഞാൻ ജനമൈത്രി പോലീസിൻ്റെ കമ്മിറ്റിയിലാണ്. ജനമൈത്രി സമിതി മെമ്പറാണ് കാഞ്ഞിരപ്പള്ളി. അവിടുന്ന് അറിയിച്ചായിരുന്നു. ബ്ലോക്ക് അങ്ങനെ സഹായം ചെയ്യുകയും ചെയ്യാൻ പറഞ്ഞ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ നന്ദി പറയണല്ലേ? അതെ, അയ്യപ്പന്മാർ നന്ദി പറയാണ്. കാരണം ഒരുപാട് മണിക്കൂറുകളായി, 6-7 മണിക്കൂറുകളായി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ, ജനമൈത്രി പോലീസ് കമ്മിറ്റിയിൽ ഉദ്യപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തി. வாட்டர் எனக்கு கொடுத்த சாமிக்கு வந்து ரொம்ப நன்றி. நன்றி சாமி, ரொம்ப நன்றி சாமி. நன்றி, மிக்க நன்றி. எப்படி இருக்கு சாமி? கூட்டம் எல்லாம் எப்படி இருக்கு? கூட்டம்லாம் அங்கிருந்தே ரொம்ப கூட்டமாக இருக்கு. ரொம்ப வருத்தப்பட்டாச்சா? ரொம்ப வருத்தம். கிட்டத்தட்ட 5 மணி நேரமாக நின்றுட்டு தான் இருக்கும். ரொம்ப வருத்தமாக இருக்கு. ഇപ്പോൾ അവിടെ നിന്നും ബസ്സുകൾ വരികയാണ്. ഈ ബസ്സുകൾ കടന്നു പോയതിന് ശേഷം മാത്രമേ സാവധാനത്തിൽ തിരിച്ച് കയറ്റിവിടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത ഭക്തർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അവർ സന്തോഷത്തിലാണ്. ഇത്രയും നേരമായി പ്രശ്നം ഉണ്ടായിരുന്നു. സ്വാമി, ചിന്ന ബസ്സുകളെല്ലാം ഇരിക്കാങ്ങളാ? മോർണിംഗ് 3 o'clock. പുലർച്ചെ 3 മണി മുതൽ അവരിവിടെ കാത്തു നിൽക്കുകയാണ് ഈ വഴികളിൽ. ഇപ്പോൾ നമ്മളുള്ളത് കൊരട്ടി എരുമേലിക്കടുത്ത്, തൊട്ടടുത്ത് എരുമേലിക്ക് ഏതാനും കിലോമീറ്ററുകൾക്ക് 4 കിലോമീറ്ററിന് ഇപ്പുറത്തുള്ള കൊരട്ടിയിലാണ് ഇത്രയധികം ഭക്തർ ഇവിടെ നിൽക്കുകയാണ്. അവർക്ക് ഇപ്പോഴാണ് വെള്ളവും പഴവും ഒക്കെ പോലീസ് എത്തി കൊടുക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ ഉള്ള പരമാവധി ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് തുടരുകയാണ്. പാതയിൽ ഇടത്താവളങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളില്ല. അങ്ങനെ തടഞ്ഞു നിർത്തുമ്പോൾ ഭക്തർക്ക് കുടിവെള്ളവും ഭക്ഷണവും കിട്ടാത്ത സാഹചര്യത്തിൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ് പോലീസ്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്.